അറിവനുഭവത്തിൻ്റെ വലിയൊരു ലോകം നമുക്ക് മുന്നിൽ തുറന്നു വെച്ച രാധാകൃഷ്ണൻ സർ, കോളേജ് പ്രിൻസിപ്പൽ ശോഭ ടീച്ചർ, എൻ്റെ മുന്നിലിരിക്കുന്ന മുതിർന്ന അധ്യാപികമാർ, എനിക്ക് ഔദ്യോഗിക ജീവിതത്തിലും അക്കാദമിക ജീവിതത്തിലും എല്ലാ കാലത്തും വഴികാട്ടികളായിട്ടുള്ള ഈ കോളേജിലെ മുതിർന്ന അധ്യാപികമാർ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ, വിജ്ഞാന പ്രേമികൾ, സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, എല്ലാവർക്കും നമസ്കാരം. ദർശന കലാനിധി പരീക്ഷിത് തമ്പുരാൻ്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇങ്ങനെ ശ്രീ രാധാകൃഷ്ണൻ സാറിൻ്റെ പ്രഭാഷണത്തിന് ഒരു ചർച്ച നയിക്കണം എന്ന് പറഞ്ഞ് പൗലോസ് സാർ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ശാസ്ത്രം ഒന്നും അറിയില്ല, ശാസ്ത്രത്തിൻ്റെ പിൻബലമോ ശാസ്ത്രത്തിൻ്റെ കരുത്തോ ഒന്നുമില്ല, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമോ വളരെ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമായിരിക്കും രാധാകൃഷ്ണൻ സാർ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രത്തെക്കുറിച്ച് എനിക്കുള്ളൂ. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ആകെ ഞാൻ ചെയ്തു പോന്നിട്ടുള്ളത് 30 കൊല്ലത്തോളം, അതിലധികം കൊല്ലത്തോളം സംസ്കൃതം ഭാഷ പഠിപ്പിച്ചു, ഗവേഷണം ചെയ്തു, വേദാന്ത ദർശനത്തിൽ പ്രത്യേകമായി അത് പഠിച്ചു. അതിൽ കൂടുതൽ എപ്പോഴും എല്ലാ കാലത്തും കൂടുതൽ പഠിക്കാനും ഒക്കെ അറിയാനും ചർച്ച ചെയ്യാനും സംസാരിക്കാനൊക്കെ താല്പര്യമുള്ള ഒരാളെന്നുള്ള ഒരു പ്രത്യേകത മാത്രമാണ്, എന്നുള്ള ഒരു പ്രാധാന്യം മാത്രമാണ് എനിക്കുള്ളത് ഇതിൽ പങ്കെടുക്കാനായിട്ട്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഈ വേദാന്ത ശാസ്ത്രം എന്നുള്ളത്, വേദാന്ത ദർശനം എന്നുള്ളത് എല്ലാ കാലത്തും ക്ലാസ് മുറിക്കുള്ളിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്, സർവകലാശാലയ്ക്കുള്ളിലാണ്, സിലബസിൻ്റെ ഉള്ളിലാണ്, വളരെ കുറച്ച് മാത്രമാണ് പുറത്തേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേദാന്തം എന്നുള്ള ദർശനത്തിന് ഒരു സർവകലാശാലയുടെയോ കോളേജിൻ്റെയോ ക്ലാസ് മുറിയുടെയോ സിലബസിൻ്റെയോ ഒക്കെ ഉള്ളിൽ തളച്ചിടാനുള്ളതല്ല. അതിന് പുറത്ത് പല വിജ്ഞാന മേഖലകളുമായി ബന്ധപ്പെട്ട്, പല ചിന്താധാരകളുമായി ബന്ധപ്പെട്ട് വേദാന്ത ദർശനത്തിന് വലിയ ഭൂമികകൾ, വലിയ സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു ബോധം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ സാറിൻ്റെ പുസ്തകങ്ങൾ, നോവലുകളായാലും ശാസ്ത്രലേഖനങ്ങളായാലും ഗീതാദർശനം പോലെയുള്ള പുസ്തകങ്ങളായാലും ഒക്കെ വായിക്കുമ്പോൾ ആ പുസ്തകങ്ങളൊക്കെ, ആ രചനകളൊക്കെ നമ്മളോട് പറയുന്നത് ഇക്കാര്യം തന്നെ ആണ്. വേദാന്തം പോലെയുള്ള ദർശനത്തിൻ്റെ സാധ്യതകളാണ്. അത് എത്രത്തോളം നമ്മുടെ ജീവിതവുമായിട്ടും സമകാലിക അവസ്ഥകളുമായിട്ടും അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളുമായിട്ടും അതിൻ്റെ ഒരു സാധ്യമായ എന്താ പറയുക പരിഹാരമാർഗങ്ങളായിട്ടും ഒക്കെ വേദാന്ത ശാസ്ത്രം നമ്മുടെ മുന്നിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് സാറിൻ്റെ പുസ്തകങ്ങൾ നമ്മളോട് പറയുന്നത്, പ്രഭാഷണങ്ങൾ നമ്മളോട് പറയുന്നത്. അത് തന്നെയാണ് ഇന്നും നമ്മളോട് പറഞ്ഞത്. അപ്പോൾ സാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ശാസ്ത്രം സാർ പലപ്പോഴും എഴുതിയിട്ടുണ്ട് ഒരു സ്പേസ് ടൈം യൂണിറ്റിയെ കുറിച്ചും, അല്ലെങ്കിൽ ഒരു അവ്യക്തം എന്നുള്ള ഭഗവത്ഗീതയിലെ കൽപ്പന വെച്ചിട്ട് അവ്യക്തം എന്നുള്ളൊരു സങ്കല്പം വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സ്പേസ് ടൈം യൂണിറ്റി, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടാവില്ല എന്ന് വിചാരിക്കണം, സ്പേസ് ടൈം യൂണിറ്റിയെ കുറിച്ചുള്ളൊരു ബോധം, അല്ലെങ്കിൽ അതെങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് വികസിപ്പിച്ചെടുക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ തികച്ചും ശാസ്ത്രത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന റിസർച്ച് പേപ്പേഴ്സും എഴുതിയിട്ടുണ്ട്, സാറിൻ്റേതായിട്ട് ഉണ്ട്. പക്ഷേ അപ്പം അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മുഴുവനൊന്നും മനസ്സിലായിട്ടില്ല, അതിൻ്റെ അരികുകളിൽ കൂടെ പോകാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് രാധാകൃഷ്ണൻ സാറ് ശാസ്ത്രത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ, ആ കോൺസ്റ്റൻറ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൻ്റെ രീതിശാസ്ത്രം, ഒരു ശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രം എന്താണ്, ദർശനത്തിൻ്റെ
രീതിശാസ്ത്രം എന്താണ് എന്നുള്ള ആ രീതിശാസ്ത്രത്തിൻ്റെ വ്യത്യാസം പറഞ്ഞു തുടങ്ങിയപ്പോൾ, അതായത് ഒരു ദർശനത്തിൻ്റെ ഒരു രീതിശാസ്ത്രം, ഈശാവാസ്യം ഇതം സർവം എന്നുള്ളൊരു പ്രൊപ്പോസിഷൻ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് അതെങ്ങനെ പ്രായോഗികമാക്കാം എന്ന് പറയുന്ന ഒരു രീതിശാസ്ത്രവും, ആധുനിക ശാസ്ത്രം എന്ന് നമ്മൾ വിളിക്കുന്ന ശാസ്ത്രത്തിൻ്റെ ആദ്യം തന്നെ അന്വേഷണങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ട് പിന്നെ നിഗമനങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ള ഒരു രീതിശാസ്ത്രവും തമ്മിലുള്ള ഒരു വ്യത്യാസമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വളരെ വ്യക്തമായിരുന്നു. സാർ പറഞ്ഞു ഈ വേദാന്തം എന്തോ വളരെ സങ്കീർണമായിരിക്കുന്ന, ആർക്കും മനസ്സിലാകാത്ത ഒന്നാണ് എന്നുള്ളൊരു ധാരണ ഉണ്ട്. പക്ഷെ അത് വളരെ ലളിതമാണ്, എല്ലാവർക്കും അനുഭവിക്കാവുന്നതാണെന്ന് പറഞ്ഞതുപോലെ തന്നെ രാധാകൃഷ്ണൻ സാറ് ശാസ്ത്രത്തിനെ കുറിച്ച് പറയുമ്പോഴും അത് അതിൻ്റെ എല്ലാ സങ്കീർണതകളും അതിൻ്റെ എല്ലാ സാങ്കേതിക പദാവലികളും ഒക്കെ മാറ്റിവെച്ചിട്ട് അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ചിന്തയുമായി ചേർന്ന് നിൽക്കുന്ന, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് ശാസ്ത്രവും കൈകാര്യം ചെയ്യുന്നത്, ദർശനവും കൈകാര്യം ചെയ്യുന്നത്. അതുതന്നെയാണ് ഇന്നും ചെയ്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഒരു ചർച്ച തുടങ്ങി വെക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ഞാൻ പറയാണ്. അതുപോലെ അത് അതിന് ശേഷം ഈ ഒരു രീതിശാസ്ത്രത്തിൻ്റെ വ്യത്യാസത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞത് ഒരു എല്ലാത്തിനും ഉത്തരമുണ്ടോ, ശാസ്ത്രത്തിന് എല്ലാത്തിനും എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യണ്ടേ, ഈ ജീവതത്വം എന്ന് പറയുമ്പോഴും എങ്ങനെ ഉണ്ടായി, ആദ്യത്തെ ആ ഒരു ജീവകണിക അതെവിടെ നിന്നുണ്ടാകുന്നു എന്നുള്ള ഒരു 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 ഉദ്ഭവം എങ്ങനെയാണ്. അപ്പം അത് ശാസ്ത്രത്തിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തുടങ്ങി ശാസ്ത്രത്തിൻ്റെ പരിമിതികളെ കുറിച്ചാണ് ആദ്യമായിട്ട് സർ ഇവിടെ പറഞ്ഞത്. ഈ ഒരു ശാസ്ത്രത്തിൻ്റെ അറിവിൻ്റെ മേഖലയിൽ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു സാകല്യം ശാസ്ത്രത്തിന് പറയാൻ പറ്റില്ല. ശാസ്ത്രത്തിന് എത്താൻ പറ്റാത്ത ചില തലങ്ങൾ നമുക്ക് ശാസ്ത്രം കൊണ്ട് മാത്രം വിശദീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം കൊണ്ടോ ഒക്കെ വിശദീകരിക്കാൻ പറ്റാത്ത ചില തലങ്ങൾ ഇനിയും അവശേഷിക്കുന്നു എന്നുള്ള ആ ശാസ്ത്ര വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഈ കോൺസ്റ്റൻസിനെ, സ്ഥിരാംഗങ്ങളെ അംഗീകരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു സ്ഥിരാംഗം ഉണ്ടോ എന്നുള്ളൊരു കാര്യം, എങ്ങനെയാണ് ആ ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തുക, അത് സാധ്യമാണോ, അങ്ങനെ ഒന്ന് അംഗീകരിക്കാൻ പറ്റുമോ, അതിനെങ്ങനെ അറിയും മുതലായ ചോദ്യങ്ങളാണ് പിന്നീട് മുന്നോട്ട് വെച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ശാസ്ത്രം ഇത്രയും പരിമിതികളുള്ളതാണ്. അങ്ങനെ ഒരു പൂർണ്ണമായൊരു വിജ്ഞാന മേഖലയാണെന്ന് പല അറിവിൻ്റെ കാര്യം മാത്രം എടുത്ത് നോക്കിയാലും പറയാൻ പറ്റില്ല. അതിനുശേഷം പറഞ്ഞത് ഈ ശാസ്ത്രത്തിൻ്റെ പ്രയോഗ രീതികളെ കുറിച്ചാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അപ്പം വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ ശാസ്ത്രം അങ്ങനെ നിൽക്കുന്നു, പ്രയോഗത്തിൻ്റെ മേഖലയിലോ ശാസ്ത്രം പല കാലത്തും നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളും അല്ലെങ്കിൽ സൗകര്യങ്ങളും അനുഭവിക്കുന്നവരാണ്. എങ്കിൽ പോലും ശാസ്ത്രം മനുഷ്യരാശിയുടെ ചരിത്രം എടുത്താൽ തന്നെ പലപ്പോഴും ഹിംസയ്ക്ക് വേണ്ടി, അധർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം. അപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ശാസ്ത്രം ലോകത്തിൽ ഉണ്ടാക്കി തീർത്ത ആ ഹിംസയുടെ ഒരു ചരിത്രം മാറ്റിവെച്ചുകൊണ്ട് ആ ഹിംസയ്ക്ക് അപ്പുറത്ത് മറ്റൊരു ലോകം സാധ്യമാണോ, മറ്റൊരു രീതിയിലുള്ള ശാസ്ത്രത്തിൻ്റെ ഉപയോഗം സാധ്യമാണോ, ആണെങ്കിൽ അത് എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യം സർ മുന്നോട്ട് വെച്ചത്. അങ്ങനെ അത് സാധ്യമാവണം എന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഇത്രയും ഒരു കുതിച്ചുചാട്ടം, ശാസ്ത്രത്തിൻ്റെ ഇത്രയും വളരെ വികസിച്ചിരിക്കുന്ന ഒരു സാധ്യതകളും അതെല്ലാം സമൂഹത്തിൻ്റെ, മനുഷ്യരുടെ, പ്രകൃതിയുടെ ഒക്കെ ഒരു സന്തുലിതമായിരിക്കുന്ന ഒരു വികാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉപയോഗത്തിന് വേണ്ടി
ധാർമ്മികം എന്നുള്ള വാക്ക് അല്ല ഉപയോഗിച്ചത്, ആ ഒരു അദ്വൈതവുമായിട്ടുള്ള പരസ്പര പൂരകത്വം. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഒരു ധാർമ്മികതയ്ക്ക് അദ്വൈതവുമായിട്ടുള്ള ഒരു ചർച്ച, വിവാഹം എന്ന് പറഞ്ഞല്ലോ, ഒരു ചർച്ച, അതിലൂടെ കിട്ടുന്ന ആ ഒരു പരസ്പര പൂരകത്വം ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ വൈജ്ഞാനികമായ പരിമിതിയുമുണ്ട്, അതിൻ്റെ പ്രയോഗത്തിലെ പരിമിതിയുമുണ്ട്, അതിലെ ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രതികൂലമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അദ്വൈതവുമായിട്ടുള്ള ദർശനവുമായിട്ടുള്ള ഒരു ചർച്ച ആവശ്യമാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പം അതിൽ പിന്നെ ഒരു കാര്യം സാർ പറഞ്ഞത്, ഈ ഒരു നമ്മുടെ ഇന്ദ്രിയ അനുഭവം. അപ്പം സാറിൻ്റെ ഒരു പ്രഭാഷണം എന്നുണ്ടായത് ഒരു ഒഴുക്ക് പോലെയാണ്. അതായത് നമുക്കറിയാം പല ഗവേഷണ പ്രബന്ധങ്ങൾ, അത് ദർശനമായാലും ശരി, ശാസ്ത്രമായാലും ശരി, പഴയ കാലത്തെ അല്ല, ഇന്നത്തെയൊക്കെ കാലത്ത് അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഒക്കെ വരുന്നൊരു കാലത്ത് ഒരു തേർഡ് പേഴ്സൺ നറേറ്റീവായിട്ട് എഴുതുക. അല്ല, അതിന് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അതിങ്ങനെ കുറേ റെഫറൻസ് വേണമെന്ന് നിർബന്ധമാണ്, അല്ലെങ്കിൽ കൊട്ടേഷൻസ് വേണമെന്ന് നിർബന്ധമാണ്, അങ്ങനെ ഒരു കൺക്ലൂഷൻസ് ഉണ്ടാവും, അങ്ങനെ അതിലൊരു പൂർവ്വ പഠനം വേണമെന്നുണ്ട്. അതൊരു തേർഡ് പേഴ്സൺ നറേറ്റീവ് പോലെയാണ് പലപ്പോഴും. പക്ഷേ ഉപനിഷത്തുകൾ പോലെയുള്ള, ഭഗവത്ഗീത പോലെയുള്ള ദർശന ഗ്രന്ഥങ്ങളോ രചനകളോ ഒക്കെ നോക്കുമ്പോൾ അത് ഒരിക്കലും ഒരു തേർഡ് പേഴ്സൺ നറേറ്റീവ് അല്ല. അത് അവരവരുടെ, അത് പറയുന്ന ആളുടെ, വക്താക്കളുടെ ഒരു അനുഭവത്തിനെ ആധാരമാക്കിക്കൊണ്ട് അതിലൊരു ആത്മാംശം കലർത്തിക്കൊണ്ടുള്ള രചനകളാണ് നമ്മളൊക്കെ പഠിക്കുന്ന സാമ്പ്രദായിക രീതിയിലുള്ള ദാർശനിക ഗ്രന്ഥങ്ങൾ. അപ്പം അതിൻ്റെ ഒരു സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് രാധാകൃഷ്ണൻ സാറ് ശാസ്ത്രം എഴുതുമ്പോഴും ആ ഒരു ആത്മാംശം കലർത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള ഒരു ആഖ്യാനം ആണ് എപ്പോഴും ചെയ്യുന്നത്. അതുതന്നെയാണ് ഇന്നും ചെയ്തത്. അങ്ങനെ ഒരു ഒഴുക്കിലാണ് പറഞ്ഞത്, അല്ലാണ്ട് പക്ഷെ അങ്ങനെ ഒരു ഒഴുക്കിൽ വളരെ സ്പോണ്ടേനിയസ് ആയി പറയുമ്പോൾ പോലും ഒരു സംഗതി വളരെ കൃത്യമായിരുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിൻ്റെ ഒരു മെത്തഡോളജി ഒക്കെ രീതിശാസ്ത്രത്തിൽ പറയുമല്ലോ, സംഗതി എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഉണ്ട്. അതായത് ഒരു ആശയത്തിൽ നിന്ന് മറ്റൊരാശയം, ആ ആശയത്തിൽ നിന്ന് മറ്റൊരാശയം എന്നുള്ള ഒരു പൂർവാപര ബന്ധമുണ്ട്. ആ ഒരു സ്പോണ്ടേനിറ്റി അതിലുള്ളപ്പോഴും അതിൻ്റെ ഒരു സാങ്കത്യം, അതിൻ്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് ഒരു ആശയത്തിൽ നിന്ന് എങ്ങനെയാണ് മറ്റൊരാശയത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതും വളരെ കൃത്യമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരു ഇന്ദ്രിയ അനുഭവങ്ങളുടെ കാര്യം പറയുമ്പോഴും ഇന്ദ്രിയങ്ങളിൽ കൂടെയാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള അറിവുകൾ ഉണ്ടാവുന്നത്. മനസ്സിൻ്റെ, ബുദ്ധിൻ്റെ, അതെല്ലാം പറഞ്ഞു. പക്ഷേ ഈ വ്യത്യസ്തമായ ഇന്ദ്രിയങ്ങളുടെ അനുഭവം, ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിന് അതിന് ഏകോപനം സാധ്യമാവണമെങ്കിൽ ഒരു തത്വം, ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം മൗലികമായിരിക്കുന്ന ഈ ഇന്ദ്രിയാനുഭവങ്ങളെ ഒക്കെ ഏകോപിപ്പിക്കുന്ന ഒരു തത്വം ആവശ്യമാണ്. അപ്പോൾ എന്താണ് ആ തത്വം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ കഠോപനിഷത്തിലെ ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥ്യം വിദ്ധി മനഃ പ്രഗ്രഹമേവച്ച എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രിയാണി ആത്മേന്ദ്രിയ മനോയുക്തം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു സീക്വൻസ് ഇവിടെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ ആത്മാവ് രഥിയാണ്. അപ്പോൾ എങ്ങനെയാണ് രഥി ആവുന്നത്, ആ രഥം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതിലെ പല ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ആ ഒരു കഠോപനിഷത്തിലെ മന്ത്രം വെച്ചിട്ടാണ് പറഞ്ഞത്. അത് ആ ഒരു മന്ത്രത്തിൽ നിന്ന് 4 മഹാവാക്യങ്ങൾ, അതിനൊരു ക്രമം വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ക്രമം സാമ്പ്രദായികമായിട്ടൊക്കെ ഉണ്ടായിരിക്കും. അത് 4 ഉപനിഷത്തുകളിൽ നിന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ഓരോ മഹാവാക്യവും ഒരെണ്ണം ഫസ്റ്റ് പേഴ്സൺ അല്ലേ, അഹം ബ്രഹ്മാസ്മി ഉത്തമ പുരുഷനാണ്. തത്വമസി എന്നുള്ളത് സെക്കൻഡ് പേഴ്സണാണ്, നീ എന്നുള്ളതാണ് കർത്താവ്. അയമാത്മാ ബ്രഹ്മ എന്നുള്ളത് തേർഡ് പേഴ്സൺ
പേഴ്സൺ ആണ്, പ്രഥമ പുരുഷനാണ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അതിനുശേഷം എന്താണ് ആത്മാവ് എന്നുള്ള ഒരു ലക്ഷണം ആയിട്ട് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള ഉപനിഷത്ത് വാക്യം അവിടെ ഐതിരേയ ഉപനിഷത്തിലെ വാക്യം ഉണ്ട്. അപ്പോൾ ഈ ഒരു 4 മഹാവാക്യങ്ങളെ കുറിച്ച് സാർ ഇവിടെ പറഞ്ഞത് അറിവിൻ്റെ രീതി, അറിവിൻ്റെ ഒരു മെത്തഡോളജി, എങ്ങനെയാണ് കാര്യങ്ങൾ അറിവിൻ്റെ ഒരു രീതിശാസ്ത്രം എന്നുള്ള നിലയ്ക്കാണ് ഈ 4 മഹാവാക്യങ്ങളെ ഇവിടെ അവതരിപ്പിച്ചു. ഞാൻ ഗുരു പറഞ്ഞു തരുന്നു, അത് ഞാൻ അറിയുന്നു, അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നു. അതെന്താണ് എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ, ആലോചന വരുമ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള ആ ഒരു വിശദീകരണവും അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു അറിവിൻ്റെ രീതിശാസ്ത്രം എന്നുള്ള രീതിയിലാണ് 4 മഹാവാക്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങൾ, അതായത് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാനുഭവങ്ങൾ, വൈവിധ്യമുള്ള ഇന്ദ്രിയാനുഭവങ്ങൾ, അതിൻ്റെ ഏകോപനം, ഈ 4 മഹാവാക്യങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ ഇത്തരം ഒരു സമീപനം, ഇത് ഏറ്റവും അടിസ്ഥാനപരമായ, അതായത് നമ്മൾ പഠിക്കുന്നത് ഏത് വിഷയമാണെങ്കിലും, അത് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സോ ചരിത്രമോ നിയമമോ എന്ത് വിഷയമോ ആവാം, സാഹിത്യമോ എന്ത് വിഷയം ആണെങ്കിലും ഇത് ഒരു അടിസ്ഥാനപരമായ ഒരു സമീപനമായിരിക്കണം. ഇങ്ങനെ ഒരു അടിസ്ഥാന സമീപനം ഉണ്ടെങ്കിലാണ് നമ്മുടെ റിസോഴ്സസിനെ, നമ്മുടെ മുന്നിലുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസിനെ, നമ്മുടെ കൈവശം കിട്ടുന്ന ആ ഒരു ആകരങ്ങളെ, അത് അറിവിൻ്റെ ആകരങ്ങളായിരിക്കാം, സമ്പത്തിൻ്റെ ആകരങ്ങളായിരിക്കാം, ഇതിനെയൊക്കെ ഏറ്റവും നന്നായി, ഏറ്റവും ധാർമ്മികമായി ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള ആ ഒരു കാര്യം ആണ് അടുത്തത് പറഞ്ഞത്. ഈ ഒരു അറിവിൻ്റെ രീതിയും അറിവിനോടുള്ള സമീപനവും, പിന്നെ ഒരു കാര്യം പറഞ്ഞത് തുടർച്ച എന്നുള്ളൊരു തത്വം, അതുകൂടി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതായത് പല ശാസ്ത്രങ്ങളുണ്ടോ, ഒരു ശാസ്ത്രമല്ലേ ഉള്ളൂ, അത് വൈസ് ചാൻസലറും പറഞ്ഞല്ലോ, ശാസ്ത്രം ഒന്നല്ലേ ഉള്ളൂ, അറിവ് ഒന്നാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഏത് അറിവായാലും അതൊരു പ്രയോഗത്തിലും അതിൻ്റെ ഘടനയിലും അതിൻ്റെ പ്രയോജനത്തിലും ഒക്കെ വ്യത്യസ്തമാണെങ്കിൽ പോലും അടിസ്ഥാനപരമായി അതൊരു അറിവാണ്. അറിവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് പ്രധാനമാണ്. അപ്പോൾ ഏത് ശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോഴും അറിവിനെ കുറിച്ചുള്ള അറിവിനോടുകൂടി വേണം ആ ശാസ്ത്രത്തിനെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു തുടർച്ചയുടെ തത്വം, അത് സാറിൻ്റെ എല്ലാ പുസ്തകങ്ങളിലും വരുന്നത് തന്നെയാണ്. യൂണിറ്റി എന്നുള്ള അറിവിൻ്റെ, അത് യൂണിറ്റി എല്ലാ തലങ്ങളിലും വേണം, അറിവിൻ്റെ തലത്തിലും വേണം എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു തുടർച്ച, വാസ്തവത്തിൽ ഈ ദർശനം, വേദാന്ത ദർശനം, ആത്മതത്വം, ആത്മാവ് എന്ന് പറയുന്നത് തന്നെ ഒരു കണ്ടിന്യൂറ്റിയുടെ പ്രിൻസിപ്പിളാണല്ലോ. അതതി സർവത്ര ഗച്ഛതീതി ആത്മ എന്നുള്ളതല്ലേ, സർവവ്യാപിയാണ് ആത്മ. അതുകൊണ്ട് ആത്മസിദ്ധാന്തം, ആത്മതത്വം എന്ന് പറയുന്നത് ഒരു തുടർച്ചയുടെ സിദ്ധാന്തമാണ്. അത് ഞാനും മറ്റൊരാളും തമ്മിലുള്ള തുടർച്ചയാവാം, ഞാനും പ്രകൃതിയും തമ്മിലുള്ള തുടർച്ചയാവാം, എൻ്റെ തന്നെ ഉള്ളിലുള്ള തുടർച്ചയുമാവാം, എൻ്റെ തന്നെ സങ്കീർണങ്ങളായ ഒരു പക്ഷേ പരസ്പര വൈരുദ്ധ്യമുള്ളതെന്ന് തോന്നുന്നതായിരിക്കുന്ന ചില അനുഭവങ്ങൾ, തോന്നലുകൾ അല്ലേ. അപ്പം അതിനും ഒരു തുടർച്ച ആവശ്യമാണ്. അപ്പം എൻ്റെ തന്നെ ഉള്ളിലുള്ള ഏകോപനം, എൻ്റെ തന്നെ ഉള്ളിലുള്ള തുടർച്ച, അതൊക്കെ ഈ വേദാന്ത ദർശനം. അപ്പം ഒരു തുടർച്ച എന്നുള്ള തത്വം അല്ലെങ്കിൽ സങ്കല്പനം അല്ലെങ്കിൽ തുടർച്ച എന്നുള്ളൊരു അനുഭവത്തിൻ്റെ ആവശ്യം ഈ ലെക്ചർ തുടങ്ങുമ്പോൾ, പ്രഭാഷണം തുടങ്ങുമ്പോൾ സാർ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ പറയാതെ തന്നെ, ആ ഒരു ആശയം പറയാതെ തന്നെ ഈ ഒരു പ്രഭാഷണത്തിൽ ഉടനീളം നിർദ്ധാരയായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആന്തരമായിരിക്കുന്ന ഒരു ശക്തി എങ്ങനെയാണ് പരിധിയിൽ നിർത്തണം എന്ന് പറഞ്ഞു. അതായത് അവിദ്യ, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി മുതലായവ ഓരോന്നിനെയും ഏറ്റവും
ഏറ്റവും സൂക്ഷ്മവും ആന്തരവുമായ തത്വത്തിനെ കൊണ്ട് ബാഹ്യവും സ്ഥൂലവുമായ തത്വത്തിനെ വരുതിയിൽ നിർത്തിക്കൊണ്ട്, നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ഷേത്രം, ശരീരം ക്ഷേത്രമാണ്. എനിക്ക് തോന്നുന്നു ഗീതാദർശനത്തിലാണെന്ന് തോന്നുന്നുണ്ട് പറയുന്നുണ്ട്. ആദ്യത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ, ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ക്ഷേത്രം എന്നുള്ള വാക്ക് ഉണ്ട് എന്നുള്ളതാണ്. ധർമ്മക്ഷേത്രമാണ്. പിന്നീടാണ് ദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത. ക്ഷേത്ര ക്ഷേത്രജ്ഞ ആ സങ്കല്പനത്തിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ധാർമ്മികമായ നീതി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് ഈ പ്രഭാഷണത്തിൽ. ഒരു നീതിയുക്തമായിരിക്കുന്ന ഒരു ലോകം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ഈ പ്രകൃതി കാലാവസ്ഥ ഗവേഷണ രംഗത്തിലാണ് ഒരുപാട് കാലം ജോലി ചെയ്തത്. അപ്പോൾ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ ഒരു കാലത്ത്, അനേകം സങ്കീർണതകളുടെ കാലത്ത് ഒരു നീതിയുക്തമായ ഒരു ലോകം ഉണ്ടാകും. നമുക്ക് എല്ലാ ഭൗതിക സൗകര്യങ്ങളും ആവശ്യമാണ്. പക്ഷെ അതിനൊപ്പം അതിൻ്റെ ഒരു ഫേബ്രിക് അതും സൗകര്യക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. അതിൻ്റെ ഒരു ഊടും പാവുമായിട്ട് ഈ ഒരു വേദാന്തം എന്നുള്ള ഒരു ദർശനം ഉണ്ടാവുകയും വേണം. അപ്പോഴാണ് ഒരു നീതിയുക്തമായിരിക്കുന്ന ഒരു ലോകം, ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന്. ഇതാണ് സാർ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് തോന്നുന്നു. ഞാനൊന്നും വിട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അത് ഒരു പ്രത്യേകത സാങ്കേതിക പദം, അത് ശാസ്ത്രമായാലും ശരി വേദാന്തമായാലും ശരി, സാങ്കേതികമായിരിക്കുന്ന പദങ്ങളൊന്നും ഉപയോഗിക്കാതെ വളരെ ലളിതമായ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേൾക്കുമ്പോൾ ഇത് നമ്മളും കൂടി ഇതുവരെ ചിന്തിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ. എന്നാലും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് നമ്മളും കൂടി ചിന്തിക്കുന്ന വിഷയമാണല്ലോ, ഇത് നമുക്ക് കൂടി ബാധകമായിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ നമ്മുടെ തന്നെ ചിന്തയോട് ഏറ്റവും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ് സർ ഇവിടെ അവതരിപ്പിച്ചത്. എനിക്ക് ഇതിൽ കൂടുതൽ ചർച്ച ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സംശയം എന്നുള്ള നിലയിലൊന്നും, ഇതാണ് അതിൻ്റെ ഒരു സമ്മറി ഇതായിരുന്നു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ മാതിരി അത് ഒരു ശ്രോതാവ് എന്നുള്ള നിലയിൽ എന്നിൽ ഉണ്ടാക്കിയ ചില അനുഭവങ്ങളും കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയമൊക്കെ എന്നിൽ നിന്ന് എത്ര ദൂരെ നിൽക്കുന്നതാണ് എന്ന് വിചാരിച്ചു വന്ന ഒരു ഞാൻ എൻ്റെ കൂടി ചിന്തയാണല്ലോ എന്നുള്ളൊരു തോന്നൽ സാറിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ